കണ്ണൂർ കരിക്കോട്ടക്കരയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ മയക്കുവെടി വെച്ചു. അനിമൽ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിലാണ്. ആന മയങ്ങിയിട്ടുണ്ട്. വയനാട്ടിലേക്ക് ചികിത്സാർത്ഥം കൊണ്ടുപോകാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിജു കണ്ണൻ തുടരുന്നുണ്ട്. സിജു, എന്താണ് പുതിയ വിവരങ്ങൾ? അനിമൽ ആംബുലൻസിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ എവിടെ വരെ എത്തി? അല്ല, ഇപ്പോൾ അതിന് പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുവെടി വെച്ച് അല്പസമയം കാത്തിരുന്നതിന് ശേഷം ഉദ്യോഗസ്ഥർ അതിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അതിനുശേഷം അതിനെ വടം കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രാഥമിക ചികിത്സ നൽകുന്ന നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത്. വെറ്ററിനറി ഡോക്ടർമാർ സ്ഥലത്തുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇന്ന് രാവിലെ മുതൽ ആ സ്ഥലത്തുള്ള ആറളത്തെ RRT സംഘത്തിലെ ഡോക്ടർ ഇലിയാസ് റാവുത്തർ, വയനാട്ടിൽ നിന്നെത്തിയ അജീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അതിന് പ്രാഥമിക ചികിത്സ നൽകുകയാണ്. അതിന്റെ മുറിവിന്റെ ആഴം ഉൾപ്പെടെ എന്താണ് അതിന് പറ്റിയതെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇതിനെ ഇവിടെ നിന്ന് മാറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സ്ഥലത്ത് നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോയി തുടർ ചികിത്സകൾ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അവശ നിലയിലാണ് ആനയുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ മാറ്റുന്നതിന് മുമ്പ് പ്രാഥമിക ചികിത്സ നൽകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണുമാന്തി യന്ത്രം സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അനിമൽ റെസ്ക്യൂ ആംബുലൻസ് നേരത്തെ തന്നെ സ്ഥലത്തെത്തിച്ചിരുന്നു. ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം ഈ വടം കൊണ്ട് ബന്ധിച്ച ശേഷം ഒരു വശത്ത് നിന്ന് വലിച്ച് മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടുകൂടി അതിനെ വാഹനത്തിനകത്തേക്ക് തള്ളിക്കയറ്റിക്കൊണ്ട് അതിനകത്തേക്ക് കയറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കുങ്കിയാനകളുടെ സഹായം ഇവിടെ ലഭ്യമല്ല. നിലവിൽ കുങ്കിയാനകൾ ആ സ്ഥലത്തില്ല. അതുകൊണ്ട് തന്നെ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായം ഉൾപ്പെടെ തേടിക്കൊണ്ട് അത്തരത്തിൽ ആനയെ ആംബുലൻസിലേക്ക് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത്. ഏതായാലും പ്രാഥമിക ചികിത്സയാണ് ആനയ്ക്ക് ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ അവശ നിലയിലാണ് ആന. ഇന്ന് രാവിലെ 6 മണി മുതലാണ് ആനയെ ഇവിടെ കണ്ടെത്തിയത്, കരിക്കോട്ടക്കരിയിൽ കണ്ടെത്തിയത്. എടപ്പുഴ ബന്ധച്ചാപ്പിയിലെ ജോഷിയുടെ കൃഷിയിടത്തിന്റെ തൊട്ടടുത്തായാണ് രാവിലെ ആനയെ കണ്ടത്. ഈ സ്ഥലത്ത് നിന്ന് ആന അധികം മാറിയിട്ടില്ല. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ ആന വനംവകുപ്പ് വാഹനത്തെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് എന്നാൽ ഉൾവനത്തിലേക്ക് കയറിപ്പോയില്ല. ഇതിനിടെയാണ് ഗുരുതരമായ പരിക്ക് ആനയ്ക്കുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞത്. അതിന്റെ താടിയെല്ലിന് പരിക്കേറ്റിട്ടുണ്ട്. ഈ താടിയെല്ലിനേറ്റ പരിക്കിന് കാലപ്പഴക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരിക്ക് ഏത് രീതിയിലാണ് ഉണ്ടായത്, ഈ കാട്ടാനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയിൽ ഉണ്ടായ പരിക്കാണ് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ഈ തുടർ പരിശോധനയ്ക്ക് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഔദ്യോഗികമായി മറ്റ് വിവരങ്ങളൊന്നും തന്നെ നമുക്ക് നൽകുന്നില്ല. ഇപ്പോൾ ലഭ്യമാകുന്ന അനൌദ്യോഗിക വിവരങ്ങളിൽ നിന്ന് മറ്റു ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ വിവരങ്ങൾ വെച്ചാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും പ്രാഥമിക ചികിത്സയാണ് ഇപ്പോൾ ആനയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മറ്റു നടപടികളിലേക്ക് കടക്കും. ആനയെ വളരെ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കാണ് കടക്കുന്നത്. ഏതാണ്ട് 5 മണിക്ക് തൊട്ട് മുമ്പാണ് ആനയെ മയക്കുവെടി വെച്ചത്. ഒരു റൗണ്ട് മയക്കുവെടിയിൽ തന്നെ ആന മയങ്ങി. അതിനുശേഷം അല്പസമയം കാത്തിരുന്നതിന് ശേഷം ആനയ്ക്ക് അടുത്തേക്ക് പോവുകയായിരുന്നു. മയക്കുവെടി വെച്ചതിന് തൊട്ട് പിന്നാലെ ഈ ആന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു. എന്നാൽ പിന്നീട് അവിടെ നിന്ന് മടങ്ങി ആദ്യം ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. അതേ സ്ഥലത്താണ് ആന ഇപ്പോഴും ഉള്ളത്. അതിന്റെ കാലുകൾ ബന്ധിച്ചു കഴിഞ്ഞു. അതിനുശേഷം അതിന്റെ കണ്ണുകൾ ഉൾപ്പെടെ മറച്ചതിന് ശേഷം ഈ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടുകൂടി, കെട്ടിയ വടത്തിന്റെ എല്ലാം തന്നെ സഹായത്തോടുകൂടി അതിനെ ഈ വാഹനത്തിനകത്തേക്ക്, അനിമൽ റെസ്ക്യൂ ആംബുലൻസിനകത്തേക്ക് മാറ്റിയതിനു ശേഷം വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല സിജു, പ്രാഥമിക ചികിത്സ നൽകി വരികയാണ്. മയക്കുവെടി വെച്ചതിന് ശേഷം ഒന്നാമതേ ബുദ്ധിമുട്ടിലായ അവശനിലയിലായ ആനയാണ്. ശേഷം മയക്കുവെടി കൂടി വെച്ചതിന് ശേഷം അതിന്റെ ആരോഗ്യനില എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം വേണം മറ്റു നടപടികളിലേക്ക് കിടക്കാൻ. ശേഷം വേണം വയനാട്ടിലേക്ക് മാറ്റാൻ. അതിൽ അന്തിമ തീരുമാനമായിട്ടുണ്ടോ? വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണോ വനംവകുപ്പ് ഇപ്പോൾ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്? കാരണം ആരോഗ്യസ്ഥിതി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? നിലവിൽ ആ തീരുമാനത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമുള്ളതായി വനംവകുപ്പ് അറിയിച്ചിട്ടില്ല. ആനയുടെ ജീവൻ രക്ഷിക്കുക ശ്രമകരമാണെന്ന് അല്പസമയം മുമ്പ് ACF സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഇതിന്റെ ചികിത്സയ്ക്ക് പ്രാഥമിക പരിഗണന നൽകും. ഇതിനെ വയനാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ACF ആ സമയത്ത് ACF V രതീശൻ അറിയിച്ചത്. ഈ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നിലവിൽ വ്യക്തമല്ല. ഏതായാലും വളരെ അപകടകരമായ സാഹചര്യത്തിലാണ് ആനയുള്ളത്. അതിന്റെ ജീവൻ രക്ഷിക്കുക എന്നത് വളരെ ശ്രമകരമാണ്. കാരണം അതിന് ജീവൻ രക്ഷിച്ചെടുക്കുക എന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി മാറുകയാണ്.
അതിന്റെ മുറിവ് വലിയ കാലപ്പഴക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആനയ്ക്ക് ഈ അപകടനില തരണം ചെയ്യാൻ കഴിയുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും അതിന് കഴിയുന്ന തരത്തിലുള്ള പ്രാഥമിക ചികിത്സയാണ് ഈ സ്ഥലത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായ മരുന്നുകൾ നൽകുന്നു. പ്രാഥമിക ചികിത്സ മാത്രമേ ഇവിടെ നിന്ന് നടത്താൻ കഴിയൂ. അതിനുശേഷം മതിയായ സൗകര്യമുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി വേണം ഇതിന്റെ തുടർ ചികിത്സ ഉൾപ്പെടെ നടത്താൻ എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ പ്രാഥമിക ചികിത്സ നൽകുന്നു. അതിനുശേഷം ആനയുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് മറ്റു കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വയനാട്ടിലേക്ക് എത്തിക്കുക ഏതായാലും ശ്രമകരമാണ്. വളരെ മോശം രീതിയിലുള്ള ആരോഗ്യസ്ഥിതിയുള്ള ആനയെ വയനാട്ടിലേക്ക് എത്തിക്കുക എന്ന ശ്രമകരമായ ഒരു ദൗത്യം എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഇനി പരിശോധിക്കേണ്ടത്. അത്തരം പരിശോധനകൾ ഈ ഡോക്ടർമാരുടെ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷമുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമേ വ്യക്തമാകൂ. ഏതായാലും ആന ഇപ്പോൾ മയങ്ങിയിട്ടുണ്ട്, അതിനെ ബന്ധിച്ചു നിർത്തിയിട്ടുണ്ട് എന്നത് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇനി അതിനെ ആനിമൽ റെസ്ക്യൂ ആംബുലൻസിലേക്ക് മാറ്റുക എന്ന വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ആ ശ്രമകരമായ ദൗത്യം എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായം ഉപയോഗിച്ച് അതോടൊപ്പം തന്നെ കിട്ടിയ വടം ഉപയോഗിച്ച് അതിനെ വലിച്ചു കയറ്റുക എന്നുള്ളതാണ്. വലിച്ച് ഈ ആനിമൽ റെസ്ക്യൂ ആംബുലൻസിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. ഏതായാലും അതിനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പരിശോധന ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നു ആനയ്ക്ക്. അതിനുശേഷം വേണം വയനാട്ടിലേക്ക് മാറ്റാൻ. ആന അവശ നിലയിലാണ് ഉള്ളത്. വയനാട്ടിൽ ചികിത്സാർത്ഥം മാറ്റുന്നു. ചികിത്സ കൃത്യമായി കൊടുക്കുക എന്ന ഉദ്ദേശമാണ് ഉള്ളത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും വനം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ആനയുടെ അടുത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ഇപ്പോൾ പ്രാഥമിക പരിശോധനകൾ, പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അനിമൽ റെസ്ക്യൂ ആംബുലൻസിലേക്ക് കയറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. ആന അവശ നിലയിലാണ് ഉള്ളത്. 4 കാലുകളും ബന്ധിച്ചിട്ടുണ്ട്. വടം ഉപയോഗിച്ച്, മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കയറ്റാനുള്ള, അനിമൽ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു മുൻപ് പ്രാഥമിക ചികിത്സ നൽകി ആനയുടെ ആരോഗ്യാവസ്ഥ ഉറപ്പുവരുത്തുകയാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിജു കണ്ണൻ തുടരുന്നുണ്ട്. സിജു, ആനയുടെ നിലയിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം നമുക്ക് മറ്റെന്തെങ്കിലും നൽകാൻ കഴിയുന്നുണ്ടോ? നില അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് എന്നല്ലേ? അതിന്റെ അവസ്ഥ അതേ നിലയിൽ തുടരുകയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതിന്റെ പരിക്കാണ് പ്രധാനമായും ഇവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായ ഒരു കാര്യം. ഈ പരിക്കുള്ളത് കൊണ്ട് തന്നെ ഇതിനെ കൃത്യമായും അവിടെ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട്, സാധാരണ ഒരു ആനയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് ഇതിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രാഥമിക ചികിത്സ നൽകണം, അതിന്റെ ആരോഗ്യസ്ഥിതി കൃത്യമായി പരിശോധിക്കണം. എങ്കിൽ മാത്രമേ ഇതിനെ ഇവിടെ നിന്ന് മാറ്റുന്ന ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അല്പസമയം ഇതിനെല്ലാം തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അത് പൂർത്തിയാകും. പൂർത്തിയായതിനു ശേഷം വളരെ പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക് കടക്കും. അനിമൽ റെസ്ക്യൂ ആംബുലൻസിലേക്ക് ഇതിനെ അല്പസമയത്തിനകം മാറ്റുന്നത് ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനെ മാറ്റുന്നതിന് വേണ്ടി ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായം തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ കാലുകൾ വടം ഉപയോഗിച്ച് ബന്ധിച്ചിട്ടുണ്ട്. ഈ കാലുകൾ ബന്ധിച്ചതിന് ശേഷം വലിച്ച് കയറ്റുകയോ അല്ലെങ്കിൽ പുറകിൽ നിന്ന് പതിയെ തള്ളി ഇതിനകത്തേക്ക് അനിമൽ റെസ്ക്യൂ ആംബുലൻസിലേക്ക് എത്തിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് അല്പസമയത്തിനകം തന്നെ എന്നുള്ളതാണ്. ഏതായാലും ഈ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം ഇവിടെ നിന്ന് മാറ്റാൻ കഴിയൂ. പക്ഷേ സമയം ഒട്ടുമില്ല എന്നുള്ളതാണ്. കാരണം ഇതിനെ തീറ്റിയെടുക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഈ ആനയ്ക്ക് ഗുരുതരമായ പരിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് അതിന്റെ ആരോഗ്യസ്ഥിതി അധികം വഷളാകാതിരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ അതിന് തുടർ ചികിത്സ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. അതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കാലുകൾ ബന്ധിച്ചിട്ടുണ്ട്. പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്ന അല്പസമയത്തിനകം ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ഈ ദൗത്യം പൂർത്തിയാകും. അതിനുശേഷം അനിമൽ റെസ്ക്യൂ ആംബുലൻസിലേക്ക് അതിനെ മാറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നിലവിൽ ഇതിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലം വയനാട് തന്നെയാണ്. വയനാട്ടിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും സ്ഥലത്തുള്ള ചികിത്സ നൽകുന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം വരെ ഇപ്പോൾ നൽകിയിട്ടില്ലേ. ഗുരുതരമായ പരിക്കേറ്റ ഒരു ആനയായതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലത്ത് ഇതിന്റെ തുടർ ചികിത്സകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട്
വയനാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാനായിരിക്കും തീരുമാനം. വളരെ പെട്ടെന്ന് തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അനിമൽ റെസ്ക്യൂ ആംബുലൻസിലേക്ക് കയറ്റുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അതുമായി ബന്ധപ്പെട്ട് അത്തരം നടപടികളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ കരിക്കോട്ടകരയിലെ ആനയെ മയക്കുവെടി വെച്ചു. ഇപ്പോൾ പ്രാഥമിക പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലിൽ വടം കെട്ടി അനിമൽ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ്. അതിനുശേഷം വയനാട്ടിലേക്ക് ചികിത്സാർത്ഥം കൊണ്ടുപോകാനുള്ള നീക്കങ്ങളാണ് വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിജു കണ്ണൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു.